ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ നല്ല അടിപൊളി ബ്ലൂബെറി ചീസ് കേക്കാണ് കേട്ടോ. നല്ല സോ യമ്മിയായിരുന്നു. ഇന്നത്തെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ മാംഗോയുടെ അത് കുറച്ചൊന്ന് ചാടിപ്പോയായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അടിപൊളിയാക്കി ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ്. പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുക. നിങ്ങൾ അത് പിരിയണതിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ ഈ ഒരു കളറിൽ ഇത് കിട്ടുമേ. അപ്പോഴത്തേക്കിനും ഒത്തിരി നേരം ഇട്ട് തിളപ്പിച്ച് ഇതാക്കരുത്, ചീസ് ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെമണിൻ്റെ ആ ടേസ്റ്റും ആ പുളിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് അതിലുള്ള വെള്ളം എല്ലാം സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. അതുള്ള നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ബേസിന് വേണ്ടിയിട്ട് എടുത്തേക്കണത് റിച്ച് ടീയുടെ ബിസ്ക്കറ്റായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, മധുരമുള്ളതോ ഇല്ലാത്തതോ. അപ്പോൾ ഞാൻ അതിലേക്ക് 2-3 കാഷ്യൂം കൂടെ ഇട്ടു കേട്ടോ, ഒന്നൊരു ടേസ്റ്റിന് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് എന്താ പറയുക മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് എന്താ പറയുക നന്നായിട്ട് വെറ്റായിട്ട് ഒന്ന് ഞെക്കുമ്പോൾ അങ്ങനെ ഞെങ്ങി നിൽക്കണ പാകത്ത് ഇതുപോലെ ആവണം. അപ്പോൾ അതുകൊണ്ട് രീതിയിൽ അതിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ബട്ടർ ഒഴിച്ചിട്ട് ചെയ്യുക. ഞാൻ എന്നിട്ട് ഇത് കേക്കിൻ്റെ ടിന്ന്, ഇത് സ്പ്രിങ് ടൈപ്പ് ടിന്ന് എടുത്തേക്കണേ. കാരണം അതാകുമ്പോൾ നമുക്ക് കേക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ഇതില്ലാത്തവർ സാധാരണ ടിന്ന് വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് യൂസ് ചെയ്താലും മതി. ഇതുള്ളവർക്ക് ഇത് യൂസ് ചെയ്യായിരിക്കും എളുപ്പം. അതാകുമ്പോൾ നമുക്ക് ഇത് ടിന്നങ്ങ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് താഴോട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ കേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രംസ്, ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ക്രംസ് എടുത്ത് നിരത്തി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് പിന്നെ ഒരു പാത്രമോ കപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുക കേട്ടോ. അതപ്പോൾ നല്ല കറക്റ്റായിട്ട് ലെവലായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു ഫ്രീസറിലേക്ക് ഒരു ½ ആൻ അവർ വയ്ക്കുവാണ്. അത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ബ്ലൂബെറി എടുക്കാം. ബ്ലൂബെറി ഞാൻ ഫ്രഷ് ബ്ലൂബെറി ആണ് കേട്ടോ എടുത്തേക്കണം. എനിക്ക് തോന്നുന്നു ഫ്രോസൺ ബ്ലൂബെറി അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഫ്രഷ് ബ്ലൂബെറി ആയിരിക്കും. അപ്പോൾ ബ്ലൂബെറി എടുത്ത് നമ്മൾ വാഷ് ചെയ്തിട്ട് അതിനെ ഒന്ന് നമ്മൾ അരച്ചെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തിളപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്, വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനൊന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടെക്സ്ചർ കണ്ടില്ലേ, നല്ല പർപ്പിൾ കളറ്, അടിപൊളി നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മളൊരു പാനടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ആ ഒരു ഷുഗറും മറ്റേ ആ ഒരു സവർ ടേസ്റ്റും എല്ലാം കൂടിയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൊടുത്തു. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിക്കാവുന്നവരത്തേക്കിന് വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളച്ച് നന്നായിട്ട് ഒന്ന് അത്യാവശ്യം തിക്കായി വരുന്നവരത്തേക്കിന്. ഇത് വേവിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ രസമായിരിക്കും കേട്ടോ. മറ്റേതാകുമ്പോൾ ഒരു റോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമല്ലേ കളറ് കാണാനായിട്ട്. അതും അവിടെ മാറ്റി വെച്ച് ആറാൻ വേണ്ടിയിട്ട് നമ്മളിനിയിപ്പോൾ ചീസെല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചീസിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നമ്മുടെ വനില എസൻസും പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ ഡബിൾ ക്രീമുമാണ് യൂസ് ചെയ്യണത്. ഫ്രഷ് ക്രീം ഉള്ളവർക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഡബിൾ ക്രീമാണ് യൂസ് ചെയ്തത്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കുറച്ചിട്ട് തിക്കാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം ഡബിൾ ക്രീം. എന്നിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഞാൻ അതിനെ നന്നായിട്ട് അരച്ചെടുത്തു. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡബിൾ ക്രീം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം. അത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ജലാറ്റിൻ എടുക്കുകയാണ്. 2 ടീസ്പൂൺ ജലാറ്റിനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് മിക്സ് ആവണം കേട്ടോ. അതിൻ്റെ ആ ഒരു തരികളെല്ലാം നല്ലതായിട്ട് മെൽറ്റ് ആവണം. അല്ലെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് കിട്ടത്തില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അതൊരു മെനയില്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൻ്റെ മേലെ ഇറക്കി വയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുക. എന്നിട്ട് അതിലേക്ക് 2-3 ഡ്രോപ്പ് നമ്മുടെ വനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ
നമ്മുടെ ബ്ലൂബെറിയുടെ ആ മിക്സ് എടുത്ത് വെച്ചേക്കണത് അതൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കളറായിപ്പോൾ, അപ്പോൾ അതും കണ്ട് ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ല കളറല്ലേ നോക്ക്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് നമ്മുടെ ഡബിൾ ക്രീം 1 കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-1.5 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ ആ ഇതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് അത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒത്തിരി തിക്കായി പോവും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി ലൂസായി പോകും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ നമ്മൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ജലാറ്റിൻ അവിടെ എടുത്ത് മെൽറ്റ് ചെയ്ത് വെച്ചങ്ങനെ ജലാറ്റിൻ കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലോ, അത് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നമ്മൾ ഇത് വീണ്ടും ഇതിനെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ മേക്ക് ഷുവർ ചെയ്യണം നന്നായിട്ട് അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ കേക്കിൻ്റെ ടിന്ന് ബേസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അതിൻ്റെ മേലോട്ട് ഇത് ഒഴിക്കുവാണ്. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അനക്കാതെ ഫ്രീസറിലേക്ക് എടുത്ത് ഒന്ന് സെറ്റാക്കാൻ വയ്ക്കുക. ഒരു ഹാഫ് ആൻ അവർ വരെ വെക്കണം കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി ഇരിക്കണ നമ്മുടെ ബ്ലൂബെറിയുടെ മിക്സില്ലേ, അതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. നമ്മുടെ ഇതുണ്ടാക്കിയ അതേ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മാംഗോ ചീസിൻ്റെ അതേ രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയേക്കണത്. മാംഗോയ്ക്ക് പകരം ബ്ലൂബെറി എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ അതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീര്, ഒരു പിഞ്ച് സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കണം ഇനി ഇതിൻ്റെ ബാറ്റർ. പിന്നെ ഷുഗർ കുറച്ചും കൂടെ, അതല്ലെങ്കിൽ ഇതിന് ബ്ലൂബെറിക്ക് അത്യാവശ്യം പുളിയുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച്, ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല, ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ അതിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി മധുരം വേണമെങ്കിൽ, നല്ല സ്വീറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഈ ഒരു ഇതിൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിന് മധുരം ഇടുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതെടുത്തിട്ടു. അപ്പം എൻ്റെ കേക്കിന് കുറച്ച് പുളിയും മധുരമായിട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് എന്താ പറയുക, ഒന്ന് തിക്കായി കിട്ടുന്ന നേരത്തേക്കിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അത് വരത്തേക്കിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോഴത്തേക്ക് ഇത് സെറ്റായി. പിന്നെ ഇതൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും മറ്റേ കേക്കിൻ്റെ മേലോട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഒത്തിരി തണുക്കാൻ നിന്നേക്കരുത് ഈ ലാസ്റ്റത്തെ ലെയർ ഒഴിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ജലാറ്റിൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോഴത്തേക്ക് ഒരുത്തം പോയി കൈയിട്ട് കുത്തി, അവൻ ഐസ്ക്രീം എന്തോ എടുക്കാൻ പോയതാണ്. അപ്പോൾ അതിൽ കൈയിട്ട് കുത്തി അതിൻ്റെ ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് സെറ്റാക്കിയതാണ്. കണ്ടില്ലേ, ഒരു ചെറിയ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം. ഡയറക്റ്റ് കുത്തി ഒഴിക്കാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തവി വെച്ചിട്ടോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഒരു സ്പൂൺ പിടിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചത്. കണ്ടില്ലേ, ഇനി ഞാൻ ഓവർനൈറ്റ് ഈ പ്രാവശ്യം വെച്ചു. ലാസ്റ്റ് ഇയർ ഞാൻ ഓവർനൈറ്റ് വെച്ചില്ലായിരുന്നല്ലോ. എന്നിട്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു കളറിലിരിക്കുന്നത് ഫ്രോസൺ ബ്ലൂബെറിയാണ് കേട്ടോ. ആ ബ്ലൂബെറിയും കുറച്ച് മിൻറ്റ് ലീഫും കൂടെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഞാൻ ഇതാണ് ഈ പ്രത്യേകത. ഇതുപോലത്തെ ടിന്നാണെങ്കിൽ നമുക്ക് അതിനെ അങ്ങ് സ്പ്രിങ് ഓപ്പൺ ആക്കിയിട്ട് താഴോട്ടാക്കാം. അപ്പോൾ കേക്ക് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നോളും. കണ്ടില്ലേ, ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസമായില്ലേ. കഴിഞ്ഞ പ്രാവശ്യം മാംഗോ കേക്കായിരുന്നു, ഫുള്ള് ആ മേലത്തെ ലെയറൊക്കെ താഴോട്ടി അടിപ്പോയത്. അപ്പോൾ നല്ല രസമുണ്ട്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അധികം ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ എല്ലാവരും തന്നെ ഞങ്ങൾ 4 പേരും കൂടി തിന്ന് തീർത്തായിരുന്നു. അവന്മാരെക്കാളും കൂടുതൽ ഞങ്ങൾ 2 പേരും തിന്ന് തീർത്തത്. ആരായിരുന്നു എൻ്റെ 2 ഫ്രണ്ട്സ് ടേസ്റ്റ് ചെയ്തായിരുന്നു, അവർക്ക് കുഴപ്പമില്ലയെന്ന് അവർ പറഞ്ഞത്. എനിവേ, അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, നല്ലതായിട്ട് മുറിച്ച് കാണിച്ചു തരാം. ഇനി മുറിച്ചിട്ട് കഴിക്കണം കണ്ടോ കേട്ടോ. ഇതാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിച്ചാണ് കേട്ടോ അത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ.